മക്കളെ, സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട നമ്മുടെ ചാപ്റ്ററാണ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. എന്നാൽ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ള ട്രിക്കാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടിപ്സുകൾ നമ്മുടെ കയ്യിൽ വെക്കണം, എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല രീതിയിലുള്ള ടൈം ടേബിൾ വേണം. അതിന് പുറമെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഓർഗനൈസും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടിപ്പാണ് നമ്മളൊരു ചെറിയ സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഒന്നാം പാഠത്തിൽ നമ്മൾ ന്യൂട്രീഷൻ പ്ലാന്റ്സിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ അതിൽ ഫോട്ടോസിന്തസിസ് എന്നിങ്ങനെ കുറേ ടേമുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ മൈൻഡ് മാപ്പിലൂടെയും അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിലൂടെയും പഠിക്കാം. അതായത് ന്യൂട്രീഷൻ അത് രണ്ടായിട്ട് തിരിക്കുന്നു, ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്. ഓട്ടോട്രോഫിക്കൽ വീണ്ടും നമുക്ക് ആരോ മാർക്ക് ഇട്ടിട്ട് പഠിക്കാം. അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ, പ്ലാന്റ്സിലാണ് അത് നടക്കുന്നത്, എക്സാമ്പിളും പഠിക്കാം. ഹെട്രോട്രോഫിക്കിലേക്ക് വരുമ്പോഴോ അത് ആനിമൽസിലാണ്. പലതരത്തിലുള്ള അവിടെയും ന്യൂട്രീഷൻസ് നമുക്ക് പഠിക്കാറുണ്ട്, പാരസൈറ്റിക്, ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്. ഇതുപോലെ ഫ്ലോ ചാർട്ട് വെച്ച് പഠിച്ചാൽ ഒന്നാമത്തെ ചാപ്റ്റർ ഒരൊറ്റ പീസിൽ കുറുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഇതുപോലത്തെ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പാഠങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. സീ യു ദെൻ, ബൈ ബൈ.